എടാ ആകാശേ, എടാ ആകാശേ, എടാ ആകാശേ, പറയടാ അമലേ. എടാ നിനക്ക് നമ്മുടെ 90 കാലഘട്ടമൊക്കെ ഓർമ്മയുണ്ടോടാ? ഓർമ്മയുണ്ടോന്നോ അളിയ? ഒരു 90 ഒഴിച്ച് ഒരു നിപ്പനടിച്ച അച്ചാറൊന്ന് നാക്കെ തോന്നുന്നുണ്ടല്ലോ, എന്നാ സുഖം അളിയ. അതൊക്കെ മറക്കാൻ പറ്റുമോ? വെള്ളമടിച്ച് നിന്റെ 2 കിഡ്നി പോയിട്ടും നിന്റെ ആ ചൊറിച്ചിൽ മാറിയില്ലല്ലേ? എടാ നമ്മുടെ കൂടെ അന്നുണ്ടായിരുന്ന ആ 2K പിള്ളേരൊക്കെ, അവന്മാരൊക്കെ എന്തിയടാ? എടാ അവന്മാര് ഭൂരിഭാവവും കിടപ്പല്ലയോടാ. അയ്യോ അതെന്നോ പറ്റിയടാ? എന്തുവാങ്ങോ? എടാ അവന്മാര് ജനിച്ച് വീണതേ ഫോണിനകത്ത. പിന്നെ അവന്മാര് മേലനങ്ങി ഒരു പണിയും ചെയ്യത്തില്ല. പോരാത്തതിന് ഫാസ്റ്റ് ഫുഡും. അത് പോരെ കളിയാ. പക്ഷെ അന്നത്തെ അവന്മാരുടെ താളവടി അങ്ങനെ അല്ലായിരുന്നല്ലോടാ അളിയാ. താളം എനിക്കിഷ്ടമാണ്, പക്ഷെ വായ്ത്താളം അതെനിക്കിഷ്ടമാണ്. എടാ നിന്റെ പിള്ളേരൊക്കെ ഇപ്പൊ എവിടാടാ? മൂത്തവനാണ് അമേരിക്കയിലായിരുന്നു. അവിടെ നക്കാപ്പിച്ച ശമ്പളമാണെന്നും പറഞ്ഞു അവനിപ്പോൾ ചൊവ്വായിലോട്ട് പോയിട്ടുണ്ട്. അവിടെ എന്തുവാ? അവിടെ ഈ ഏലിയൻസിന്റെ പറക്കും തളികയുടെ എഞ്ചിനീയർ അവൻ. ഇളയവനാണ് ബുധനില അവിടെ മാർജിൻ ഫ്രീ നടത്തുക. അവൻ അവിടുന്ന് ഒരു ഏലിയൻസ് പെണ്ണിനെയൊക്കെ കല്യാണം കഴിച്ച് അവിടെ സെറ്റിൽഡ്. പിന്നെ മോളുള്ളത് ശനിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുക. എടാ അപ്പം ഞായറിലാരും ഇല്ലയോടാ? ഞായർ അവധിയല്ലയോടാ? പിന്നെ ഉള്ളത് തിങ്കളും വെള്ളി. തിങ്കളും വെള്ളി എനിക്ക് വ്രതം ഉണ്ടളിയാ. ചുമ്മാതല്ല നീ ഇവിടെ വന്ന് കിടക്കുന്നത്. നീ പിന്നെ ഇവിടെ എക്സ്കർഷന് വന്നതായിരിക്കും അല്ലയോ? ചുരുക്കം പറഞ്ഞ പിള്ളേരെല്ലാം ഓരോരോ ഗ്രഹത്തിലാ. എടാ ഭൂമിയിൽ അന്നേരം ആരും ഇല്ലയോടാ? എടാ ഭൂമിയിലൊക്കെ ഇനി ഇന്നത്തെ കാലത്തൊക്കെ ഇനിയും ജീവിക്കാൻ പറ്റുമോടാ? എല്ലാവരും ഓരോ ഗ്രഹങ്ങളിലോട്ടൊക്കെ മാറുക. അതും നേരാ. എൻ്റെ ചെറുക്കനാണ് എന്നോട് പറഞ്ഞു പാതാളത്തിലോട്ട് അച്ഛനെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അവിടെ എന്തോ പുതിയ സാധനം ഏതാണ്ട് കണ്ടുപിടിച്ചെന്നോ, ഇനി എല്ലാവരും അങ്ങോട്ടാ പോകുന്നതെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. നോക്കാം. അവൻ വേറെ എന്തോ ഉദ്ദേശിച്ചാ പറഞ്ഞത്. നീ ഏതായാലും ഒന്ന് കരുതിയിരുന്നോ?